20-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തി ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതാപന്ന വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ 20-ാം ദിവസമായിട്ടുള്ള മൂന്നാം ചൊവ്വാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, സുകുമാരൻ, മഞ്ജു വാര്യർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു എമ്പുരാൻ. മലയാളത്തിലെ ഇതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡും ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ എമ്പുരാന്റെ മുന്നേറ്റം. ഇതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഉറപ്പിച്ച ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 86 കോടി രൂപ പിന്നിട്ടപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 265 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോഴും കുറയാതെ നിൽക്കുന്ന സ്റ്റഡി കളക്ഷൻ നിലനിർത്തി പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വിഷു റിലീസായിട്ട് മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ, അതോടൊപ്പം തമിഴിൽ നിന്ന് ഒരു ചിത്രം എത്തിയെങ്കിലും ഇതുവരെ ലാലേട്ടന്റെ റെക്കോർഡുകളൊന്നും തന്നെ തിരുത്താൻ ഈ ഒരു ചിത്രങ്ങൾക്ക് ആർക്കും തന്നെ സാധിച്ചില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി ചിത്രം ബസൂക്കയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇനിയും വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.